23 ഡിസംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലാണെങ്കിൽ 23,725 ഉണ്ട്. പിന്നെ അതിൻ്റെ മോഡലാണെങ്കിൽ 23,987 ഒക്കെ ഉണ്ട്. അതായത് 24,000. ഇതൊക്കെ അപ്സൈഡ് ലിക്വിഡിറ്റി ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് ആയിരിക്കും ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. ഇനി എല്ലാ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് ശേഷം അല്ലെങ്കിൽ ഓപ്പൺ ആവുന്നത് 23,408 താഴെയായിട്ടാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ട്രേഡ് അപ്സൈഡിലേക്കായിരിക്കും കൺസിഡർ ചെയ്യുക. അതാണ് നിഫ്റ്റിയിലുള്ള ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ലിക്വിഡിറ്റി ഏരിയാസ് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ 51,217, അതുപോലെ 51,483. ഈ രണ്ട് ലെവലിൻ്റെയും മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ താഴേക്കായിരിക്കും ട്രേഡ് എടുക്കുക. ഇനിയല്ല മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 50,162 താഴേക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് അങ്ങോട്ടാണ് ആദ്യം വരുന്നതെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇത് ഇനി ഇൻ കേസ് മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ, അവിടെയാണ് മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ 23 ഡിസംബറിന് ഡേറ്റ് ആവുന്ന ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യാം. എനിവേ, താങ്ക് യു.